ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട്. പേപ്പർ 2-ൽ മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബസ്സിന് ചിറകുമുളച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ബസ് യാത്ര എല്ലാവർക്കും ഇഷ്ടമല്ല. 2, ബസ്സിൻ്റെ വേഗത. 3, ബസ് ഓടുന്നില്ല. 4, യാത്രക്കാരുടെ ഉത്സാഹം. ഇതൊക്കെയാണ് 2ഉം 4ഉം. ആൻസർ ഓപ്ഷൻ സി. 2, മുന്നറിയിപ്പ് എന്ന കവിതയുടെ രചയിതാവ് ആര്? ആൻസർ ഡി ആണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ ജേതാവാണ് അല്ലേ? എന്നാണ് ലഭിച്ചത്? 2019. അവസാനം ജ്ഞാനപീഠ ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കിണറല്ലോ എന്ന വാക്കിന് യോജിക്കുന്ന വായ്ത്താരി ഏത്? ആൻസർ എ, തകദിംദിം. 4, അക്ഷരമാല ക്രമത്തിൽ എഴുതിയ കൂട്ടമേത്? ആൻസർ ബി, കാനനം, കാലികൾ, തോഴി, മകൻ. 5, കൂട്ടത്തിൽ ചില്ലക്ഷരം വരുന്ന വാക്കുകളേവ? കൂട്ടുകാർ, മലയാളം, കൊമ്പിൽ, അണ്ണാൻ. ഇവിടെ 1ഉം 3ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. 6, നീളത്തിലോടി എന്ന വാക്ക് പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതാണ്? ആൻസർ സി ആണ്, നീളത്തിൽ പ്ലസ് ഓടി. 7, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടുന്നത്. ഇതൊരു കടങ്കഥയാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, സൈക്കിൾ. 8, ചന്ദ്രനിലേക്ക് യാത്രയായ കുട്ടി ആകാശത്തെത്തിയപ്പോൾ കണ്ടതെന്ത്? ആൻസർ ബി ആണ്, മേഘത്തിലിരിക്കുന്ന ചന്ദ്രൻ. 9, അമ്പിളി, ശശി, തിങ്കൾ, ഡേഷ്. കൂട്ടത്തിൽ ചേർക്കാവുന്നതാരെ? ഇത് അമ്പിളിൻ്റെ, അതായത് ചന്ദ്രൻ്റെ സമാന പദങ്ങളാണ്. എയും സിയും ചന്ദ്രൻ്റെ സമാന പദങ്ങളാണ് അല്ലേ? ഇന്ദു, സോമൻ. 10, പട്ടൂസിനെ തിരികെ എത്തിച്ചതാര്? ആൻസർ സി, മേടക്കാറ്റ്. 11 മുതൽ ഇംഗ്ലീഷാണ്. ഇസാക്ക് വാണ്ടഡ് ടു ബൈ എ ടോയ് കാർ. He looked at his mother and she noted with a smile. Here the word noted means. Answer C ആണ്, agreed. 12, Isaac was worried but Dilna was very dash. Answer C ആണ്, calm. 3, people who fight fair are fair men. Some of our everyday heroes are given below. Choose the right pair. ഓപ്ഷൻ വായിക്കുന്നതിന് മുമ്പായിട്ട് താഴെ പോയം നൽകിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഫാർമേഴ്സ് ഗ്രോ അവർ ഫുഡ് വിത്ത് കെയർ. വർക്കിംഗ് ഈസ് ഫീൽഡ് എവരിവെയർ. ടീച്ചേഴ്സ് ഗൈഡ് അസ് എവരി ഡേ. ഗോവിംഗ് അസ് ദ റൈറ്റ് വേ. നഴ്സസ് ഹീൽസ് ദ സോൾജിയേഴ്സ് സ്റ്റാൻഡ്. പ്രൊട്ടക്റ്റിംഗ് പീപ്പിൾ ആൻഡ് അവർ ലാൻഡ്. 1, പീപ്പിൾ ഹൂ ഇൻഫോഴ്സിംഗ് ദ ലോ. പോസ്റ്റ്മെൻ. തെറ്റാണ്. 2, പീപ്പിൾ ഹൂ മെയിൻറ്റെയിൻസ് ക്ലീൻനെസ് സാനിറ്റേഷൻ വർക്കേഴ്സ്. ശരിയാണ്. 3, പീപ്പിൾ ഹൂ പ്രൊവൈഡ് മെഡിക്കൽ കെയർ. നഴ്സസ്. അതും ശരിയാണ്. 4, പീപ്പിൾ ഹൂ ഫീഡ് ദ വേൾഡ്. ഫാർമേഴ്സ്. അതും ശരിയാണ്. ആൻസർ 2, 3, 4. ഓപ്ഷൻ ഡി. 4, ഫൈൻഡ് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. കെയർ, വെയർ, ഡേ, വേ, സ്റ്റാൻഡ്, ലാൻഡ്. ഇതെല്ലാം ശരിയാണല്ലേ? ദ എബോവ്. ആൻസർ ഡി. 15, വാട്ട് ഡു ടീച്ചേഴ്സ് ഡു ഫോർ അസ്? 2, ഗൈഡിങ് അസ്. 3, ഷോവിങ് ദ റൈറ്റ് വേ. ആൻസർ സി. 16, വൈ ദ പീപ്പിൾ ഇൻ ദ പോയം ആർ കോൾഡ് എവരി ഹീറോസ്. ആൻസർ ബി ആണ്, ബിക്കോസ് ദേ ഹെൽപ്പ് അസ് എവരി ഡേ. The passage and answer the following questions. Anu was walking home from school when she saw a small cat stuck near a drain. The cat cried softly and looked scared. അനു സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അഴുക്കുചാലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ പൂച്ചയെ കണ്ടു. അത് പേടിച്ചരണ്ട് കരയുന്നത് പോലെ തോന്നി. അനു നെവർ ടച്ച്ഡ് എ കാറ്റ് ബിഫോർ ആൻഡ് ഹെർ ഹാൻഡ്സ് വെർ ഷേക്കിംഗ്. ബട്ട് ഷീ ഡിഡ് നോട്ട് വാക്ക് എവേ. അവൾ ഇതിനു മുമ്പ് ഒരിക്കലും പൂച്ചയെ തൊട്ടിട്ടില്ല. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു.
ഷീ കോൾഡ് നിയർ ബൈ ഷോപ്പ് കീപ്പർ ഫോർ ഹെൽപ്പ്. അടുത്തുള്ള കട ഉടമയെ സഹായത്തിന് വിളിച്ചു. ടുഗദർ ദേ കെയർഫുള്ളി ലിഫ്റ്റഡ് ദ ക്യാറ്റ് ഔട്ട്. ഒരുമിച്ച് ശ്രദ്ധാപൂർവം പൂച്ചയെ പുറത്തെടുത്തു. ദ ക്യാറ്റ് റാൻ എവേ സേഫ്റ്റിലി. സുരക്ഷിതമായി ഓടി. അനു സ്മൈൽഡ്, ഫീലിംഗ് ബ്രേവ് ആൻഡ് ഹാപ്പി ഫോർ ഹെൽപ്പിംഗ്. സഹായിച്ചത് ധൈര്യവും സന്തോഷവും തോന്നി അനു ചിരിച്ചു. ഹു ഹെൽപ്ഡ് അനു. അനുവിനെ ആരാണ് സഹായിച്ചത്? ഷോപ്പ് കീപ്പർ. ആൻസർ സി. 18. ഹെർ ഹാൻഡ്സ് വർ ഷേക്കിംഗ്. വാട്ട് ഡസ് ദിസ് ടെൽ അസ് എബൌട്ട് അനൂസ് ഫീലിംഗ്? ആൻസർ ഫിയർ. പേടിച്ചിട്ടാണല്ലേ അവൻ്റെ കൈകൾ വിറച്ചത്. ഇനി 19. ഗ്രാഫ് നന്നായിട്ട് അർത്ഥത്തോടെ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. സെലക്ട് ദ കറക്റ്റ് സെക്കൻഡ്സ് ഓഫ് ദ ഇവൻറ്റ്സ്. ഫസ്റ്റ് വരുന്നത് 2 അനു സാവ് എ ക്യാറ്റ് സ്റ്റക്ക് നിയർ എ ഡ്രെയിൻ. അനു കോൾഡ് എ ഷോപ്പ് കീപ്പർ ഫോർ ഹെൽപ്പ്. ദ ക്യാറ്റ് വാസ് സേഫ്റ്റിലി ലിഫ്റ്റഡ് ഔട്ട്. 4 ദ ക്യാറ്റ് റാൻ എവേ സേഫ്റ്റിലി. ആൻസർ ഓപ്ഷൻ എ. 20 ദ ക്യാറ്റ് ക്രൈഡ് സോഫ്റ്റ്ലി. ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ സെയിം ആസ് സോഫ്റ്റ്ലി. ക്വയറ്റ്ലി, ജെന്റിലി, ലൗഡ്ലി. നൺ ഓഫ് ദ എബോവ്. ആൻസർ 1, 2 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി. ടെക്സ്റ്റ് ബുക്ക് അർത്ഥത്തോടെ വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള അർത്ഥത്തോടെ അനുസരിച്ചുള്ള പാരഗ്രാഫേ തരുള്ളൂ. അടുത്തത് മാത്സ്. 21 വശങ്ങളും മൂലകളും ഇല്ലാത്ത ജാമിതീയ രൂപമേത്? ആൻസർ ഗോളം, വൃത്തം. 3, 4. ഓപ്ഷൻ സി. 22 ജന്മദിന തൊപ്പിയുടെ ആകൃതി? ആൻസർ ഡി വൃത്തസ്തൂപിക. 23 എത്ര സമചതുരങ്ങൾ ചേർന്നതാണ് ഒരു സമചതുര കട്ട? ആൻസർ 6. ഓപ്ഷൻ ബി. 24 ചതുരത്തെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? എതിർവശങ്ങൾ തുല്യമാണ്. ശരിയാണ്. 4 വശങ്ങൾ 4 മൂലകൾ. അതും ശരിയാണ്. 4 വശങ്ങളിലും ഒരു വരക്ക് കുത്തനെയാണ് അതിനടുത്ത വര. അതും ശരിയാണ്. 4 മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ സി ആണ് 4. 25 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചതുരം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെ? 1 3, 12 ഒരു 6 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. അത് ശരിയല്ല. 2 2, 9 2, 5 സെൻറ്റിമീറ്ററുമാണ്. അത് ശരിയാണ്. 3 2, 16 2, 4 സെൻറ്റിമീറ്ററുമാണ്. അത് ശരിയാണ്. ആൻസർ 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി. 26 ത്രികോണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? 1 3 വശങ്ങളുണ്ട്. ശരിയാണ്. 3 മൂലകളുണ്ട്. അതും ശരിയാണ്. 3 ഏത് 3 ബിന്ദുക്കൾ ചേർത്തും ത്രികോണം ഉണ്ടാക്കാം. ഇത് ശരിയല്ല. ആൻസർ 1ഉം 2ഉം ശരി. ഓപ്ഷൻ എ. ഇവിടെ കുറച്ച് രൂപങ്ങൾ നൽകിയിട്ടുണ്ട്. അടുത്ത രൂപം ഏത്? ആൻസർ സി. ആദ്യം 3 സമചതുരങ്ങൾ തന്നിട്ടുണ്ട്. അതിനുശേഷം 3 വൃത്തം. അതിനുശേഷം 3 ത്രികോണം. 28 ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആയാൽ ബാക്കി വശങ്ങളുടെ നീളം? ആൻസർ 6 സെൻറ്റിമീറ്റർ. ആൻസർ ഡി ആണ്. 28 നന്ദു ഒരു നൂല് ഉപയോഗിച്ച് നിർമ്മിച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ഇവയാണ്: 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. എങ്കിൽ ചതുരം നിർമ്മിക്കാനെടുത്ത നൂലിൻ്റെ ആകെ നീളം എത്രയായിരിക്കും? ഇവിടെ ചുറ്റളവാണ് ചോദിച്ചിട്ടുള്ളത്. 10 + 10 + 5 + 5. ആൻസർ 30 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി. ചിത്രത്തിൽ ആകെ എത്ര ചതുരങ്ങളുണ്ട്? ആൻസർ ഡി 9. EVS പൊള്ളയായതും ഭാരം കുറഞ്ഞതും വഴക്കമുള്ളതുമായ കാണ്ഡം ഏത് സസ്യത്തിൻ്റെ അനുകൂലനമാണ്? ആൻസർ 1 താമര, 3 ആമ്പൽ. ആൻസർ ഓപ്ഷൻ ബി 1, 3 ശരി. 32 ശരിയായ ജോഡി ഏത്? തവള, പശിമയുള്ള നാക്ക്. 2 അണ്ണാൻ, ശൽക്കങ്ങൾ. 3 താറാവ്, എണ്ണമയമുള്ള തൂവലുകൾ. ഒട്ടകം, പരന്ന കട്ടിയുള്ള കാൽപാദങ്ങൾ. ആൻസർ 1, 3, 4. ഓപ്ഷൻ എ. 23 കൂട്ടത്തിൽപ്പെടാത്തതാര്? ഉദ്യാനം, മിയാവാക്കി വനം, ഡാമുകൾ, സമുദ്രം. ആൻസർ ഓപ്ഷൻ ഡി സമുദ്രം. 24
താഴെ പറയുന്നവയിൽ ഏത് ജീവനില്ലാത്ത ഘടകമാണ് ജീവികൾക്ക് അത്യാവശ്യം? ജലം, താമര, വായു, ഇവയെല്ലാം. ആൻസർ ജലം, വായു. 4. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ജീവനുള്ളവ പരസ്പരം ആശ്രയിക്കുന്നു. 2. മനുഷ്യന് നിലനിൽപ്പിന് മണ്ണ് ആവശ്യമാണ്. 3. ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഇവയെല്ലാം. ആൻസർ ഡി ആണ്, ഇവയെല്ലാം. 6. പ്രളയത്തിന് കാരണമല്ലാത്ത ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് കുന്നിടിക്കൽ, മണൽ വാരൽ, കീടനാശിനി പ്രയോഗം, വനനശീകരണം. ആൻസർ സി ആണ്, കീടനാശിനി പ്രയോഗം. 37. നീർക്കോലിയുടെ ശരീരത്തിലെ ശൽക്കങ്ങൾ കൊണ്ടുള്ള അനുകൂലനം എന്ത്? ജലത്തിലൂടെ നീന്തുന്നതിന്, ഇരയെ ചാടിപ്പിടിക്കുന്നതിന്, കരയിൽ ഇഴഞ്ഞു നീങ്ങുന്നതിന്, ജലത്തിൽ ശ്വസിക്കുന്നതിന്. ആൻസർ സി ആണ്, കരയിൽ ഇഴഞ്ഞു നീങ്ങുന്നതിന്. 38. താഴെ പറയുന്നവയിൽ ജലമലിനീകരണത്തിന് കാരണമാകുന്ന പ്രവൃത്തികൾ ഏവ? മാലിന്യ നിക്ഷേപം, കീടനാശിനി, വളം എന്നിവയുടെ അമിത ഉപയോഗം, ഖനനം, ഇവയെല്ലാം. ആൻസർ ഡി ആണ്, ഇവയെല്ലാം. 39. നിങ്ങൾ സ്കൂളിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഒരു പരിപാടി നടത്തുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? 1. പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ പാത്രങ്ങൾക്കു പകരം സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കും. ഫ്ലെക്സ് ബാനറുകൾക്ക് പകരം തുണിയിലോ പേപ്പറിലോ ഉള്ള ബാനറുകൾ ഉപയോഗിക്കും. 3. അലങ്കാരങ്ങൾക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതിദത്ത വസ്തുക്കൾ, ഇലകൾ, പൂക്കൾ ഉപയോഗിക്കും. മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഹരിത കർമ്മസേനയ്ക്ക് കൈമാറും. ഇവയെല്ലാം ശരിയാണ്, ഡി. 40. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കിട്ടിയാൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കും? എമർജൻസി കിറ്റ് തയ്യാറാക്കും. 2. വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. 3. സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറും. അധികൃതരുടെ നിർദ്ദേശം അനുസരിക്കും. ഡി ആണ്, ഇവയെല്ലാം. 41. GK ആണ്. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? ആൻസർ എ, PN പണിക്കരുടെ ജന്മദിനം. 2. താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നം ഏത് സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, ശുചിത്വ മിഷൻ. 43. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ സി, തൃശ്ശൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത്? കണിക്കൊന്ന. 5. സഞ്ജു സാംസൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി. കറണ്ട് അഫയേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടൊരു ക്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടോ. 4 ക്വസ്റ്റ്യൻസാണ് കറണ്ട് അഫയേഴ്സിന് വരിക, ശ്രദ്ധിക്കണം. 46. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യം? ആൻസർ ഗഗൻയാൻ. ബഹിരാകാശം ഇതുപോലെ ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ശുഭാംശു ശുക്ല, സുനിത വില്യംസ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ആൻസർ ഡി, ഇടുക്കി. 48. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആര്? വി ശിവൻകുട്ടി. 49. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ഏതു നവോത്ഥാന നായകൻ്റെ സന്ദേശമാണിത്? ആൻസർ എ, ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ വിദേശ രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. മക്കളോട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, LSS ക്ലാസ്സുകൾക്ക് പുറമെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ. അക്ഷരമുറ്റം, പ്രതിഭ, അതൊക്കെ നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സിലും നമ്മുടെ ചാനലിൽ ഉപകാരപ്പെടും. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ നദി? ആൻസർ പെരിയാർ. ചെറുത് മഞ്ചേശ്വരം പുഴ. വലിയ കായലേത്, വലിയ ഡാം ഏത്, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, അത് ഉൾപ്പെടുത്തിയിട്ട് എക്സാമിന് മുമ്പായിട്ടൊരു ക്ലാസ് നൽകാം കേട്ടോ. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലേ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.